നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവം ഉപതെരഞ്ഞെടുപ്പ് വിഷയമായത് ഇന്നലെ മുതലാണ്. നമുക്കറിയാം, ഇന്നലെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. വിഷയത്തിൻ്റെ ഗ്രാവിറ്റി പല തലത്തിൽ തിരിഞ്ഞു എങ്കിൽ പോലും ഗൂഢാലോചന ഉണ്ടെന്ന വനമന്ത്രി AK ശശീന്ദ്രൻ്റെ പ്രസ്താവനയിൽ വിവാദം തുടരുകയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് അനന്തുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. വനമന്ത്രിയും മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് അനന്തുവിൻ്റെ ജീവനെടുത്തതെന്നാണ് CPMൻ്റെ ആരോപണം. പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇന്ന് ഇടതുമുന്നണിയുടെ പ്രതിഷേധ മാർച്ചുണ്ട്. വഴിക്കടവ് KSCB ഓഫീസിന് മുന്നിൽ UDFൻ്റെ ധർണ നടക്കുന്നുണ്ട്. വഴിക്കടവ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് BJP പ്രവർത്തകർ ഉപരോധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ അവിടുത്തെ പ്രധാന സംഭവവികാസങ്ങൾ. അവിടെ മഞ്ജുഷ് ഗോപാലും VV അരുണും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മഞ്ജുഷ്, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ചൂട് 2 ദിവസം പെരുന്നാളായിരുന്നു, അല്പമൊന്ന് കുറഞ്ഞു വന്ന പശ്ചാത്തലത്തിലാണ് ഈ മരണം വീണ്ടും വിഷയം വലിയ സജീവമാക്കിയത്. ഇന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാതിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്തായാലും നിലമ്പൂരിൽ ഇനി അവസാനത്തെ 9 ദിവസത്തെ പ്രചാരണമാണ് ബാക്കിയുള്ളത്. അതായത് ഏറ്റവും ആവേശകരമായി പ്രചാരണം നടക്കാൻ പോകുന്ന 9 ദിവസങ്ങളാണ് നിലമ്പൂരിലുള്ളത്. ഇതുവരെ നിലമ്പൂരിൽ ഒരു പ്രത്യേക വിഷയം, ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിഷയം ഒരു മുന്നണിക്കും കിട്ടിയിരുന്നില്ല. പഴയ പല വിഷയങ്ങളും പൊടി തട്ടിയെടുത്തായിരുന്നു. ഉദാഹരണത്തിന് മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ, അതുപോലെയുള്ള പരാമർശങ്ങൾ, അതുപോലെ തന്നെ KC വേണുഗോപാൽ നടത്തിയ ഒരു പരാമർശം, അത് സാമൂഹ്യക്ഷേമ പെൻഷനെ കൈക്കൂലിയാക്കി മാറ്റിയെന്ന പരാമർശം, അതിനെ LDF മുതലെടുക്കുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വിഷയങ്ങളൊക്കെ അതിന്റെ ഒരു ഫോക്കസിലേക്ക് വന്നിരുന്നില്ല. 1-2 ദിവസം ഈ വിഷയങ്ങൾ മണ്ഡലത്തിൽ സജീവ ചർച്ചാ വിഷയമായി എങ്കിൽ പോലും അതിൽ മലപ്പുറം പരാമർശമൊക്കെ മുൻപ് ഉന്നയിച്ച് പരാജയപ്പെട്ട വിഷയങ്ങളാണ്. അതിന് പലതവണ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ വിശദീകരണങ്ങളും നൽകിയിട്ടുള്ള വിഷയങ്ങളാണ്. അതിനാൽ തന്നെ അതൊക്കെ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയ്ക്കാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വഴിക്കടവിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്, ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചത്, അത് പന്നിക്കെണിയിൽ പെട്ട് ഇങ്ങനെയൊരു മരണം സംഭവിച്ചത്. അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയില്ല എന്ന് UDF പറയുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ പക്ഷേ പിന്നെ എന്താണ് അവിടെ ശ്രമിച്ചത് എന്ന കാര്യം LDF ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാനും നിലമ്പൂരിൽ പ്രചാരണത്തിന് ഒരു വലിയ ആയുധമാക്കി മാറ്റുവാനും തന്നെയാണ് UDF തുടക്കം മുതൽ തന്നെ ശ്രമിച്ചത്. ഈ വിഷയം തന്നെയായിരിക്കും ഇന്നും സജീവമായി നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാവുക. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വനമന്ത്രി കൂടി മണ്ഡലത്തിലേക്ക് ഇന്ന് വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് നിലമ്പൂരിൽ വരികയാണ്. ഇതുകൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ പ്രചാരണ വിഷയമായിട്ട് ഇത് കൊണ്ടുവരുവാൻ, ഉയർത്തിക്കൊണ്ടുവരുവാൻ UDF ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് അനന്തുവിന്റെ വീട് സന്ദർശിക്കും. മരിച്ച കുട്ടിയുടെ വീട് ഇന്ന് സന്ദർശിക്കും. അതുകൂടി ആകുമ്പോഴേക്കും ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുവാൻ അവിടെ ഇപ്പോൾ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വനം വകുപ്പിനെയും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള പ്രചാരണങ്ങളാണ്. അതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, വനം മന്ത്രി നടത്തിയ പ്രസ്താവന അതൊട്ടും തന്നെ നല്ലൊരു പ്രസ്താവനയായിരുന്നില്ല. വനമന്ത്രി അങ്ങനെ പറഞ്ഞത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത് തിരുത്തണം എന്ന് തന്നെയാണ് UDF ആവശ്യപ്പെടുന്നത്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഇത് നിലമ്പൂരിൽ ജയിക്കുന്നതിന് വേണ്ടി UDF കെട്ടിച്ചമച്ച ഒരു കാര്യമാണ്. അതിന്റെ ഉദാഹരണങ്ങളുണ്ട്, അതിന് തെളിവുകളുണ്ട് എന്നൊക്കെ മന്ത്രി പറയുകയും അത് മുഴുവനായ രീതിയിൽ അല്ല എങ്കിൽ പോലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത്. അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൊണ്ടുവരുവാനായിട്ട് ഇപ്പോൾ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വരവോടുകൂടി അതിന് കൂടുതൽ ശക്തി നൽകുവാനും സ്വാഭാവികമായിട്ടും UDF ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആയുധമാക്കി മാറ്റുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDFന്റെ പ്രചാരണം മറ്റൊരു വഴിക്ക് നടക്കും. പഞ്ചായത്തിലേക്ക് ഇന്ന് വഴിക്കടവിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഈ കുട്ടി മരിക്കാൻ ഇടയായത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇത് രാഷ്ട്രീയ ആയുധമായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉപയോഗിക്കുകയാണ് UDF എന്ന് പറഞ്ഞുകൊണ്ടും LDF പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇതേ കാര്യങ്ങൾ വരുന്നു. മറ്റൊന്നുള്ളത് BJPയുടെ പ്രതിഷേധമാണ്. അത് വനം വകുപ്പ് ഓഫീസിലേക്കും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ആകമാനം ഈ ഒരു വിഷയം ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം സജീവമാക്കി നിർത്തുവാൻ UDF ആഗ്രഹിക്കുമ്പോൾ LDF ഈ വിഷയം സജീവമാക്കി നിർത്തുവാൻ താൽപര്യപ്പെടുന്നില്ല. മറിച്ച് UDF നടത്തുന്ന ഈ ആരോപണങ്ങൾക്ക് പ്രതിരോധം ഉയർത്തുക എന്നുള്ളതാണ് LDFന്റെ ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യമുള്ളത്, വന്യജീവി ആക്രമണങ്ങൾ അത് നിലമ്പൂർ മണ്ഡലത്തിൽ ഏറെ സജീവമായ വിഷയമാണ്. തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. ഈ വിഷയം
തുടക്കം മുതൽ തന്നെ UDF ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്. അതിനിടെയാണ് ഇങ്ങനെയൊരു സംഭവം, പന്നിക്കണിയിൽപ്പെട്ട് ഒരു കുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. ഇതിനെ ആ രീതിയിലേക്ക് വഴിതിരിച്ചു വിടുവാൻ UDF ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും പറ്റുകയില്ല എന്ന് അവിടെ നടന്ന സംഭവം കൂടുതൽ വ്യക്തമായിട്ട് പൊതുസമൂഹത്തിലേക്ക് വന്നതോടുകൂടി അങ്ങനെ വന്നിരിക്കുകയാണ്. അതിനകത്താണ് UDF ആ രീതിയിൽ ആലോചിക്കുന്നില്ല. ഇതൊരു വന്യജീവി ആക്രമണത്തിൽ പെടുന്ന കർഷകരുടെ ഒരു വിഷയമായിട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ, ഇങ്ങനെ പന്നിക്കണി പോലെയുള്ള കുടുക്കുകളിൽപ്പെട്ട് ആളുകൾ മരിക്കുന്നത് ഇത് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല. ഇതിനു മുൻപും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ വനം വകുപ്പും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പുമാണ് ഇതിന് ഉത്തരവാദികൾ എന്നാരോപിച്ചുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കുകയാണ് എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ UDF ചെയ്യുന്നത്. അത് തന്നെ ഇന്ന് തുടരുകയും ചെയ്യും. വഴിക്കടവിൽ ഇന്ന് മാർച്ച് നടക്കുന്നുണ്ട്. അവിടെ കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ നമ്മുടെ പ്രതിനിധിയായ CV അനുമോദ് ഉണ്ട്. അനുമോദ് ഇന്നലെ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നതാണ്. അനുമോദ്, എന്തായിരിക്കും ഇന്ന് വഴിക്കടവിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ? LDF ഏത് രീതിയിൽ ഈ സംഭവത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ്? പക്ഷേ മറ്റൊന്നുണ്ടല്ലോ, LDF ഇത് തണുപ്പിക്കുവാൻ തന്നെയുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ടല്ലോ. ഇത് കൂടുതൽ ചർച്ചാ വിഷയമാകാതിരിക്കുവാനുള്ള ശ്രമം. ഒരു കാര്യം കൂടി, UDF ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലുമായിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ പറഞ്ഞ കാര്യമല്ല യഥാർത്ഥ സംഭവം എന്ന് പിന്നീട് മനസ്സിലായപ്പോൾ UDF-നും ഒരു പ്രതിരോധം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ചില നേതാക്കൾ മറ്റൊരു രീതിയിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ വിഷയം ഉയർന്നു വരിക? മറ്റൊന്ന്, ഇന്നത്തോടുകൂടി ഈ വിഷയം കെട്ടടങ്ങുവാനാണോ സാധ്യത, അതോ വരും ദിവസങ്ങളിലും ഇത് ഇതേ രീതിയിൽ തന്നെ, ഇതേ ഗ്രാവിറ്റിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുന്നണികൾക്ക് കഴിയുമോ? മഞ്ജുഷ, ഗുഡ് മോർണിംഗ്. ഈ വഴിക്കടവിലെ അനന്തുവിന്റെ ദൗർഭാഗ്യകരമായ മരണം അതിപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇരു മുന്നണികളും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ UDF-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം, UDF-ഉം BJP-യും ജില്ലാ ആശുപത്രി റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തുകയും പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുകയും ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം, അതായത് ഇന്നലെ രാവിലെ ഈ മരണത്തിന്റെ കാരണം അത് ഈ പന്നിയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പന്നി വേട്ടയ്ക്ക് വേണ്ടിയിട്ട് വൈദ്യുതി ചോർത്തി നടത്തി അത്തരത്തിലുണ്ടാക്കിയ ഒരു കെണിയിലാണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലായതോടെ ഇതിന്റെ ഈ ഒരു അപകടത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ മുതലാണ് ഈ LDF, പ്രത്യേകിച്ച് ആ കേസിലെ പ്രതിയായിട്ടുള്ള വിനേഷ് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന ആരോപണം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം കൂടി LDF പങ്കുവെച്ചതോടെയാണ് ഇത് UDF-നെതിരെ LDF പകരം തിരിച്ചടിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയത്. നേരത്തെ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് UDF നടത്തുന്ന ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവർ ഈ വിഷയം ഏറ്റെടുത്തെങ്കിലും പ്രതി കോൺഗ്രസ് അനുഭവമുള്ള വ്യക്തിയാണെന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയതോടെ ഈ വിഷയത്തിൽ LDF UDF-നെതിരെ ഇത് ഉന്നയിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, M സ്വരാജ് ഇന്നലെ ഈ അനന്തുവിന്റെ വീട്ടിൽ വന്ന് മടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, കാരണം ആ പ്രതിയുടെ രാഷ്ട്രീയം ഞങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു. പക്ഷേ അതിനുശേഷം വളരെ മിനിറ്റുകൾക്ക് ശേഷം തന്നെ LDF ഈ വിഷയത്തിൽ ഈ UDF-നെ കടന്നാക്രമിക്കുന്ന തരത്തിൽ മാറുന്നു. ഈ കേസിലെ പ്രതിയും അതുപോലെ തന്നെ ആ പ്രദേശത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ വൈസ് പ്രസിഡന്റുമായി നല്ല ബന്ധമാണ് പ്രതിക്കുള്ളത്. അങ്ങനെ ഈ കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് വഴി അരുൺ ഷൗക്കത്ത്, അതായത് UDF സ്ഥാനാർത്ഥിയുമായി ആശയവിനിമയം നടത്തുകയും അവർ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ട്, ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തി ഇതിനെ ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പ്രതിഷേധവും മറ്റും ഉണ്ടായത് എന്ന തരത്തിലാണ് LDF-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരു ദൗർഭാഗ്യകരമായ ദാരുണമായ സംഭവം